യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒക്ടോബർ മാസം ജപമാല മാസമായിട്ടാണല്ലോ സഭ ആചരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ജപമാലകൾ ചെല്ലുവാനും പറ്റിയൊരവസരമാണ് ഒക്ടോബർ മാസം. നമുക്ക് ഓരോരുത്തർക്കും മാതാവിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു മാസം. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും അടുത്ത കാലത്ത് ഉണ്ടായ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്കൊരു മോളെ ലഭിച്ചത്. ഞാൻ UK താമസിക്കുകയാണ്. വൈഫും 7 മാസം പ്രായമുള്ളൊരു മോളും ഉണ്ട്. ഞങ്ങൾക്ക് വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ആദ്യം മുതൽ ആ ഒരു ഡെലിവറിയുടെ സമയം വരെയൊക്കെ ഞങ്ങൾ പ്രത്യേകമായിട്ടും സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മോൾക്ക് വേണ്ടിയിട്ടും ആ ഡെലിവറി ടൈമിന് വേണ്ടിയിട്ടും ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടും ഇവിടെ കൈകാര്യം ചെയ്യുന്ന മിഡ് വൈഫുമാർക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ സമയത്തെല്ലാം ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സഹനങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് കൂടുതൽ അനുഗ്രഹങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ആ ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മോള് തിരിയാണ്ടിരിക്കുകയും അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് മൂലമായിട്ട് ജപമാലയിൽ പ്രാർത്ഥിച്ച സമയത്ത് കൊച്ചിനെ ഇവിടെ തന്നെ തിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നാട്ടിലെ അവസ്ഥയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് സിസേറിയനിലേക്ക് പോയാനെ. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നത് മാതാവ് തന്നെയാണ്. ഓരോ സമയത്തും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാതാവ് ക്രമീകരിച്ചു തന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ആയാലും നമുക്ക് കൂടുതലായിട്ട് ജപമാലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുവഴിയായിട്ട് യേശുവിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവ് വഴിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.